വെൽക്കം ടു മൈ ബ്ലോഗ്, യുവർ ഓൺ ചാനൽ. തായിഫിൽ കൂടിയാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കൂടെ കുടുംബാംഗങ്ങളും. വിശുദ്ധ ഉംറ കർമ്മത്തിൻ്റെ ആദ്യപടിയായ ഇഹ്റാൻ വേഷം ധരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ രാജവീതി, രണ്ട് സൈഡുകളിലുമായി നിറഞ്ഞു നിൽക്കുന്ന കരിങ്കൽ മലകൾ, ഒരു വല്ലാത്ത അനുഭൂതി ആണ് ഈ മലകൾ കാണുമ്പോൾ. പ്രവാചകൻ്റെ ചരിത്രം മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. പ്രവാചകൻ്റെ ആ സഹനത്തിൻ്റെയും ക്ഷമയുടെയും ചരിത്രം ഞാൻ എൻ്റെ ഫാമിലിക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. തൗഹീദുമായി കടന്നു വന്ന പ്രവാചകനെ ഇവിടുത്തെ ഗോത്രവർഗ്ഗക്കാർ അപമാനിച്ചു വിട്ടു. ഈ മലകൾ ഇടയിലുള്ള താഴ്വരകൾ വെച്ച് കല്ലെറിയപ്പെട്ടു. പ്രവാചകന് മർദ്ദനമേറ്റു. എന്നിട്ടും ക്ഷമയുടെ പര്യായമായി മാറി പ്രവാചകൻ. ഈ കഥകളൊക്കെ ഞാൻ എൻ്റെ ഫാമിലിക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. മക്കയിലെ പീഡനം സഹിക്കാനാവാതെ പ്രവാചകൻ മതപ്രബോധനത്തിന് വേണ്ടി തായിഫിലെ ബന്ധുക്കളുടെ അടുത്തേക്ക് പോയ കഥ പലർക്കും അറിയാവുന്നതാണ്. അവിടെ നിന്നും വലിയ തോതിലുള്ള മർദ്ദനം പ്രവാചകന് ഏൽക്കേണ്ടി വന്നു. ദാരുണമായി മുറിവേറ്റ് ചോര വാർന്നൊഴുകി. അന്നാട്ടുകാരാൽ നിഷ്കരണം പീഡിപ്പിക്കപ്പെട്ടു. അപ്പോഴാണ് അള്ളാഹു നിയോഗിച്ച മലക്കുകൾ കടന്നു വന്നത്. പ്രവാചകരെ താങ്കൾ കൽപ്പിക്കുന്ന പക്ഷം ഈ മലകളെ അവർക്ക് മുകളിൽ മറിച്ചിട്ടുകൊണ്ട് അവരെയെല്ലാം നശിപ്പിക്കാമെന്നും പറഞ്ഞത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് സമ്മതിച്ചില്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത ഒരു വിഭാഗം ആളുകൾ ഇവരുടെ തലമുറയിൽ നിന്നെങ്കിലും വളർന്നു വരുമല്ലോ എന്ന പ്രത്യാശയായിരുന്നു നബിക്കുണ്ടായിരുന്നത്. ഇത്തരം പ്രയാസങ്ങളും ദുരനുഭവങ്ങളും ഒന്നും നബിയുടെ നിശ്ചയദാർഢ്യത്തെ ഒട്ടും സ്വാധീനിച്ചിരുന്നില്ല. തൻ്റെ വിശ്വാസവും ധീരതയും ഒട്ടും കുറഞ്ഞില്ല. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളുമല്ല, വർഷങ്ങൾ തൻ്റെ പരീക്ഷണങ്ങൾ തുറന്നിട്ടും അതിന് മാറ്റമില്ല. നബിയില്ലാത്ത മറ്റൊരാൾ ആയിരുന്നുവെങ്കിൽ എല്ലാം നിർത്തിവെച്ച് വിശ്രമിക്കാനായി എന്നെ വിരമിക്കുമായിരുന്നു. ഞാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. ഇനി വിജയം അസംഭവമാണെന്ന് പറഞ്ഞ് വീട്ടിൽ അടങ്ങിയിരിക്കുമായിരുന്നുവല്ലോ. സാധ്യമല്ല എന്നത് പ്രവാചകന്മാരുടെ നിഘണ്ടുവിൽ ഇല്ലാത്ത വാക്കാണ്. ദൈവത്ത് ഒരിടത്ത് വിജയം കണ്ടില്ലെങ്കിൽ മറ്റൊരിടത്ത് എല്ലാ കാലത്തും വിജയം കാണും. അത് ലോകം മുഴുവൻ നടക്കേണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇരുവശങ്ങളിലും കരിങ്കൽ പാറകൾ നിറഞ്ഞ കറുത്ത പടുകൂറ്റൻ മലകൾ. അതിനിടയിൽ കൂടി വളഞ്ഞു തിരിഞ്ഞു പോകുന്ന മനോഹരമായിട്ടുള്ള റോഡ്. മീക്കാത്തായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം, തായിഫിലുള്ള മീക്കാത്ത്. ഞങ്ങൾ മീക്കാത്തിനരികിലുള്ള ഇഹ്റാൻ വസ്ത്രങ്ങൾ ധരിക്കുന്ന സ്ഥലത്തെത്തി. ഞങ്ങളവിടെ ഇഹ്റാൻ വസ്ത്രങ്ങൾ കെട്ടുവാനുള്ള ഷോപ്പിനടുത്തായി വാഹനം നിർത്തി. ഇവിടെ നിന്ന് ഞങ്ങൾ ഇഹ്റാൻ ആവശ്യമായ വസ്ത്രങ്ങൾ വാങ്ങി. അതുവരെ കാണുന്നതാണ് മീക്കാത്ത്. പിന്നീട് ഞങ്ങൾ മീക്കാത്തിലേക്ക് നീങ്ങി.